ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഹൗ ടു മേക്ക് ഗ്രേറ്റ് ന്യൂ വീഡിയോ. നമുക്കിത് എങ്ങനെ ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ യൂട്യൂബിൽ എടുത്തിട്ട് ആ ഇൻഡ് പോലത്തെ സംഭവം അമർത്തിയതിന് ശേഷം ഓക്കെ നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് വേണ്ടതെന്ന് വെച്ചിട്ട് അത് ഞാൻ നെക്സ്റ്റ് അമർത്താം ആക്കിയതിന് ശേഷം നെക്സ്റ്റ് അമർത്തുക. അപ്പോൾ അത് പ്രോസസ്സിങ് കാണിക്കും. അപ്പോൾ അത് പ്രോസസ്സിങ് ആയിട്ട് വരും കേട്ടോ. ഓക്കെ അപ്പോൾ ഇത് പ്രോസസ്സിങ് ആയി വന്നിട്ടുണ്ട്. എന്നിട്ട് നെക്സ്റ്റ് അമർത്തിയതിന് ശേഷം ആ ഒരു ടിക്ക് മാർക്ക് അമർത്താം കേട്ടോ. ടിക്ക് മാർക്ക് അമർത്തിയതിന് ശേഷം ഒരു സോങ് ആണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ കാണുന്നത് പോലെ ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ സ്നാക്കി പറഞ്ഞിട്ടൊരു ഒരു പാട്ടാട്ടോ നമുക്ക് കൊടുക്കുന്നത്, കമ്പിൾ പാട്ട്. ഓക്കെ എന്നിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുക. നിങ്ങൾക്ക് എവിടെ വെച്ചിട്ടാണ് വോയിസ് ഓവർ ചെയ്യേണ്ടത് അപ്പം അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യുക. ഓക്കെ ഞാൻ ആവശ്യമുള്ള വോയിസ് ഓവർ എടുത്തിട്ടാട്ടോ ഞാനിത് ചെയ്യുന്നത്. ഓക്കെ അപ്പം നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഓക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ശബ്ദം കൂടുകയോ കുറയ്ക്കുകയോ നമുക്ക് ചെയ്യാം. പാട്ട് കൂടുതലാണ് ശബ്ദം കൂടുതൽ വെച്ചാൽ നമുക്ക് അതാക്കിയിട്ട് സെറ്റാക്കാം. പിന്നെ ഫിൽറ്റർ എടുക്കുക. ഫിൽറ്റർ ഇട്ട് ഞാൻ പച്ച ഇട്ടത്. പിന്നെ നമ്മൾ നെക്സ്റ്റ് എടുക്കുക. നെക്സ്റ്റ് അമർത്തിയതിന് ശേഷം നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മളെ വ്യൂസ് കാണാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ടൈറ്റിൽ കൊടുക്കണം. ടൈറ്റിൽ വീഡിയോ അപ്പോൾ ഞാൻ കൊടുക്കാൻ വേണ്ടി അതും പ്രോസസ്സിങ് ആണ്. ഓക്കെ അപ്പോൾ പ്രോസസ്സിങ് തയ്യാറായിട്ടുണ്ട്. എന്നിട്ടത് പ്രോസസ്സിങ് ഏത് ഭാഗം വേണ്ടതെന്ന് വെച്ചിട്ട് ഏത് ഭാഗം നിങ്ങൾക്ക് വേണ്ടത് വെച്ചിട്ട് അത് നിങ്ങൾ സെറ്റ് ചെയ്ത് അവിടെ വെക്കാം കേട്ടോ. ഞാൻ ഫസ്റ്റത്തെ ഭാഗത്ത് നിന്നാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ നമുക്ക് ഏന്ന് പറഞ്ഞിട്ടൊരു ഇതാക്കാം. നമ്മൾ ഡ്രോയിങ് എന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അവിടെ ഞാൻ ഡ്രോയിങ് പിക്ചറിന് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് പല ടൈപ്പിലും വീഡിയോ എടുക്കാം കേട്ടോ. പിന്നെ നെക്സ്റ്റ് വീഡിയോ വേറെ വീഡിയോ എത്തിക്കൽ വരും. അപ്പോൾ അതുവരെ കാത്തിക്കാട്ടോ. അപ്പോൾ നമ്മൾ ഡ്രോയിങ് പിക്ചർ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് ആക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് സൗണ്ട് റെക്കോർഡാണ് നമുക്ക് എല്ലാവർക്കും അത് അറിയാമായിരിക്കും. അപ്പോൾ അത് അമർത്താം. എന്നിട്ട് ഏത് കളറും സെലക്ട് ചെയ്യുക. പിന്നെ ഫിൽറ്റർ അടിയിട്ട് ഇത് നമുക്ക് എത്ര ഭാഗം വേണ്ടത് വെച്ചിട്ട് അതാക്കാം. പിന്നെ ഫിൽറ്റർ കേട്ടോ. ഫിൽറ്റർ ഞാൻ ഗ്രീൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ടിക്ക് അമർത്തുക. പിന്നെ അതിലും ടൈറ്റിൽ വേണം. അത് നിർബന്ധമായി ചെയ്യേണ്ടൊരു പോർഷനാണ്. അതിന് ടൈറ്റിൽ ഇടുക. അതിനും ഞാൻ ഡ്രോയിങ് പിക്ചേഴ്സ് തന്നെ കൊടുക്കുന്നത്. വേറെ പ്രശ്നമൊന്നുമില്ല. ഡ്രോയിങ് പിക്ചേഴ്സാണ് കൊടുക്കുന്നത്. ഓക്കെ അപ്പോൾ ഞാൻ ഡ്രോയിങ് പിക്ചേഴ്സ് ടൈപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ചെറുതായിട്ട് ക്ലിയർ ഉണ്ടാവുള്ളൂ. അത് നിങ്ങളെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാരണമാണ് അൺലിസ്റ്റ് പബ്ലിക്ക്. പിന്നെ ഒരു സംഭവമുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ പബ്ലിക്ക് തന്നെ അമർത്താൻ ശ്രമിക്കുക. പിന്നെ കമൻറ്റ് ഓഫാണോ ഓണാണോ ശ്രദ്ധിക്കുക. ഓണാണ് അമർത്തുന്നത്. പിന്നെ നമ്മൾ ഏത് വീഡിയോ താഴെ വന്നിട്ട് നമുക്ക് സെലക്ട് ചെയ്തിട്ടിടാം. പിന്നെ അപ്ലോഡ് ന്യൂ വീഡിയോ കൊടുത്തിട്ടുണ്ട്. അത് പ്രസ് ചെയ്യുക. ഇപ്പോൾ വീഡിയോ എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ അത് അമർത്താം. അപ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഏതാണെന്ന് വെച്ച് കമൻറ്റ് ചെയ്യാം കേട്ടോ. എല്ലാവർക്കും ബൈ.